എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. ഭരതനാട്യം 2 മോഹിനിയാട്ടം നല്ല കിണ്ണൻ പടം, അതായത് ഒരു പാക്കേജ് പടം, ഒരു കംപ്ലീറ്റ് എന്റർടൈനർ. വാട്ടേ പടം. പക്ഷെ എൻ്റെ അമ്മയുടെ ഞാൻ ചിരിച്ച് ചിരിച്ച് മരിച്ചടയുന്ന തിയേറ്ററിൽ ഇരുന്ന്. നിങ്ങളുടെ ഭ്രാന്ത് മാറിയതല്ലേ? എങ്ങനെയുണ്ട് പടം? നല്ല ഇടിവെട്ട് പടമാ സാറേ. കളക്ഷനോ? ഹൗസ്ഫുൾ ആണ് സാർ. ഒരാഴ്ചത്തേക്ക് ആ ഏരിയയിലോട്ട് എടുക്കണ്ട. കോമഡി പടത്തിന് പോലും ഇത്ര ചിരിച്ചിട്ടില്ല. ഡാർക്ക് ഹ്യൂമർ അങ്ങേയറ്റം. ഇത്രയും പ്രതീക്ഷയില്ല. ക്ലൈമാക്സ് ഒക്കെ ഞങ്ങൾ ഞെട്ടിച്ചു എല്ലാവരും കൂടി. ഒരു രക്ഷയില്ലാത്തൊരു എന്താ പറയുക, ഒരു ഡാർക്ക് കോമഡി ദൃശ്യം എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു സാധനം. ദൃശ്യം 4 വല്ലോണാ. ഇതില് ജോർജ് കുട്ടി ഇല്ലാത്ത സമയത്ത് ക്ഷണിക്കപ്പെടാത്ത മറ്റൊരു അതിഥി വീട്ടിൽ വന്ന് പ്രശ്നം. രാജേട്ടനുണ്ട്, ഷൈജു കുറുപ്പ്, കഴിഞ്ഞ പടത്തിലുള്ള എല്ലാ എണ്ണവും ഇതിൻ്റെ അകത്തുണ്ട്. അതേപോലെ ബേബി ജീൻ, ഓ മാൻ, ബേബി ജീൻ തൂക്കി ഈ പടം. അതേപോലെ ബേബി ജീന്റെ ക്യാരക്ടർ എന്തൊരു രസാന്നറിയോ. എടുത്തു പറയാൻ എനിക്ക് തോന്നുന്നത് ബേബി ജീനാണ്. ബേബി ജീൻ ആ സാധനം ഉണ്ടായിരുന്നു. ഇതിൽ ബേബി ജീനൊക്കെ ത്രൂ ഔട്ട് കിട്ടിലം ക്യാരക്ടറാണ്, കിട്ടിലം പെർഫോമൻസ്. ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. ഡാർക്ക് ഹ്യൂമർ മലയാളത്തിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അടുത്ത കാലത്ത് ഒരു ഒറ്റ പടത്തിന് വന്നിട്ടില്ല. നെൽസൺ മോഡലില് ഒരു ഡാർക്ക് ഹ്യൂമർ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. വാഴയുടെ അത്രയും പോപ്പുലാരിറ്റി ഉള്ള ഒരു ടീം അല്ല ഇത് ചെയ്തെന്നുള്ള ഒരു ഒറ്റ കാര്യം കൊണ്ട് മാത്രം ഇത് വാഴയ്ക്ക് ഒരു കോമ്പറ്റീഷൻ ആവുമെന്ന് മാത്രമേ എനിക്ക് ഡൗട്ട് ഉള്ളൂ. വണ്ടർഫുൾ മേക്കിംഗ്, വണ്ടർഫുൾ മേക്കിംഗ്. ഈ സിനിമയിൽ ഒരു ഡൗൺ മൂവ്മെന്റ് ഇല്ല. ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞ ഇങ്ങനെ ഡയലോഗ്സുകളാണ്. എന്തായാലും നല്ല ക്രിയേറ്റീവ് ആയി. ആളുകൾ ഇങ്ങനെ ഞെട്ടിക്കുന്നില്ല, ത്രില്ലല്ലേ? ആ ജോർജ് കുട്ടിനെ ഒന്നാദ്യം ഊരിക്കൊണ്ടുവരാൻ പറ്റുമോ? ഫാമിലി മൊത്തം അകത്ത് പോയിക്കോട്ടെ, അവറ്റകളൊക്കെ ഉണ്ടല്ലോ ഉപദ്രവം.